ഹലോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരു അമ്പല ദർശനമാണ് കേട്ടോ. അമ്പല ദർശനം പെട്ടെന്നൊരു ഉൾവിളി പോലെ വന്നതാണ്. ഒന്ന് തൃപ്പംകോട്ട അമ്പലം വരെ പോവാമെന്ന്. അങ്ങനെ ഞാൻ അവളെയും വിളിച്ച് അവളും പറഞ്ഞു നമുക്ക് പോവാം. അന്ന് ഞങ്ങൾ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു. വെള്ളിയാഴ്ച ദിവസമായ കാരണം മക്കൾ വേഗം പോകും, നേരത്തെ പോകും. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ കൂടെ നടന്നത് ഞങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടു. തോട്, ഈ കാണുന്ന തോട് എന്താണ് ഇപ്പം വെള്ളമില്ല. മഴ പെയ്ത് വെള്ളം കൊണ്ട് കൂടിയാൽ ഈ സ്ഥലമൊക്കെ വെള്ളം നിന്നാൽ പിന്നെ സ്ഥലം നന്നല്ല, പിന്നെ ഒരാളും കടക്കൂല, അങ്ങനത്തെ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടിലെത്തി. വണ്ടി ഓട്ടോറിക്ഷ കാത്ത് നിന്ന് കുറച്ച് പോകാനുള്ളൂ. അങ്ങനെ ഞങ്ങൾക്കായിട്ടൊരു ഓട്ടോറിക്ഷ വന്ന പോലെ ഞങ്ങളടുത്ത് വന്ന്. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോറിക്ഷ കയറി. ഞങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് മെയിൻ നടയിലല്ല ഞങ്ങൾ ഇറങ്ങിയത്, കുളത്തിൻ്റെ സൈഡുള്ള അവിടെയാണ് ഇറങ്ങിയത്. അവിടുന്ന് പിന്നെ അയാൾ റോട്ടിൽ ഇറക്കി തന്നാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ കുറച്ച് നടന്ന് അമ്പലം കുളമൊക്കെ കണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വെള്ള കോഴി ഉണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വെള്ളക്കോഴിനെ കണ്ട്, ഇപ്പോഴും ഒരു വെള്ളക്കോഴിനെ കണ്ട്. ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴും വെള്ളക്കോഴിനെ കണ്ടിരുന്നു, പക്ഷേ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ വെള്ളക്കോഴി ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. ഈ ചെടീൻ്റെ ഇടയിൽ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ അമ്പലക്കുളം വലിയ കുളമാണ്. ഈ കായ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോഴത്തോ അങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ നടന്ന് എൻട്രൻസിൻ്റെ അവിടെ എത്താനാകുമ്പോഴാണ് ഒരു വീട്ടിൽ കണ്ട നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ റാ പോലെ വെച്ചിട്ട് നല്ല എന്താ പറയുക, ഒരു വെൽക്കം പോലെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ പുറത്തെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഷീട്ടൊക്കെ ആക്കി. അവൾക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കാണ്ടിരുന്നു, എനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കാണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷീട്ടൊക്കെ ആക്കി തൊഴുതിറങ്ങിയപ്പോൾ നായനെ കണ്ടപ്പോൾ സായിട്ടിനും പാറും ഒന്നായി. രണ്ടെണ്ണം കൈ പിടിച്ച് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഇത് എന്ന് വിളിച്ചിട്ട് ഓൻ്റെ വൈത്താലും ഓളെ വൈത്താലും നടന്ന് നല്ല കുട്ടികളായിട്ട് അവർ നടന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത് പ്രസാദം വാങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം, അത് ഞാൻ അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം തിന്നാനില്ല, പക്ഷേ ഇതൊക്കെ എന്തോ നല്ല ടേസ്റ്റ് തോന്നി തിന്നപ്പോൾ. അങ്ങനെ ബിൻസി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ആദ്യം പറഞ്ഞ് തുപ്പടിയെന്ന്, പക്ഷെ അവൻ തുപ്പിയില്ല. അത് നല്ല ഇഷ്ടമായി. അവനത് തിന്ന്, ആ തേങ്ങ കടിച്ച് തിന്ന്. ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ മക്കളാണല്ലോ, കളിപ്പാട്ടങ്ങളൊക്കെ കാണും. അപ്പോൾ അവർക്ക് കളിക്കാനുള്ളത് ഓള് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ ആലത്തൂർ എത്തിയപ്പോൾ ഒരു കടയിൽ നിന്ന് മിൽക്ക് കുടിക്കാൻ അവൾക്ക് വിശക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.